എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ കെയർ സീരീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഹെയർ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയറിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹെയർ കെയറിനെ നല്ല രീതിയിൽ സഹായിക്കുന്ന, ഹെയറിനെ ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മളൊരു 10 ഫുഡുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. 10 ഫുഡുകൾ. അപ്പോൾ രൂപ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഭക്ഷണങ്ങൾ അതിലുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അത് ഓരോ ടൈമിൽ രൂപയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഫുഡുകൾ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓരോ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒന്നും പേര് പറയണില്ല. എല്ലാ ആളുകളും നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു ഭക്ഷണമാണ് ഫസ്റ്റ് ഫുഡ്. ഹെയറിന് ഹെൽത്തി ആയിട്ട് വളരാൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ. അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു കോഴിമുട്ട ഫുള്ളും 2 കോഴിമുട്ടയുടെ വെള്ളയും, ടോട്ടൽ 3 കോഴിമുട്ടയുടെ വെള്ളയും 1 കോഴിമുട്ടയുടെ ഉണ്ണിയും, അങ്ങനെ ടോട്ടൽ 3 കോഴിമുട്ട ഒരു ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് കോഴിമുട്ട, ചില ആളുകൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കോഴിമുട്ടയുടെ വെള്ള കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് വെള്ള കഴിക്കാം. അതല്ലെങ്കിൽ കോഴിമുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് പ്രോട്ടീൻ എന്ന രൂപത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ് പനീർ. പനീർ കഴിക്കാം. തൈറോയിഡോ മറ്റോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ചെറിയ അളവിൽ സോയാബീൻ കഴിക്കാം. ചെറിയ സോയാബീൻ, സോയാ ചങ്ക്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കഴിക്കാം. അപ്പോൾ ഫസ്റ്റ് സംഭവം നമുക്ക് കിട്ടി പനീർ അല്ലെങ്കിൽ സോയാബീൻ. ഈ പനീർ അലർജി സംബന്ധമായിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റില്ല. സോയാബീൻ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റില്ല. യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കാം. വെജിറ്റബിൾസിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ നമ്മൾ പ്രോട്ടീന്റെ കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് ഹെയർ ഹെൽത്തി ആയിട്ട് വളരാൻ നല്ല രീതിയിൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പറ്റും. അതിന് ഫസ്റ്റ് സാധനമാണ് കോഴിമുട്ടയുടെ വെള്ള അല്ലെങ്കിൽ പനീർ അല്ലെങ്കിൽ സോയാബീൻ. ഞാനത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രക്തക്കുറവാണ് പല ആളുകൾക്കും മുടി കൊഴിച്ചിലിനും അതേപോലെ തന്നെ മുടി നന്നായിട്ട് കൊഴിയ മാത്രമല്ല അവിടെ വിസിബിൾ ആയിട്ട് കാണാനുള്ള കാരണം. രക്തം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന 2-3 ഭക്ഷണങ്ങളാണ് ഇലക്കറികൾ. അതിലൊന്നാണ് ചീര. ചീര നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുരിങ്ങയുടെ ഇല നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രണ്ടും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഈ 10 കറിവേപ്പിൻ്റെ ഇല ദിവസവും ചവച്ചരച്ചിട്ട് അതിൻ്റെ നീരിറക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 പേരയുടെ ഇല, തൂമ്പല, മൂത്ത ഇലയാണെങ്കിൽ 2 പേരയുടെ തൂമ്പല രാവിലെ വെറും വയറ്റിൽ നമ്മൾ ചവച്ചിട്ട് അതിൻ്റെ നീരിറക്കുക. നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ 2 തണ്ട് കറിവേപ്പില ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ, തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ ഈ കറിവേപ്പില ഇടുക. എന്നിട്ടൊരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ കറിവേപ്പില എടുത്ത് കളഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം, ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തതും സെയിം. നിങ്ങൾക്ക് രക്തത്തിലെ പ്രശ്നങ്ങൾ, രക്തക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഹീമോഗ്ലോബിൻ്റെ കുറവ്, ബ്ലഡിലെ ഫെറിറ്റിൻ്റെ കുറവ് കൊണ്ടുള്ള ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഉണക്കമുന്തിരി, കുരു ഉള്ളത്, കറുത്തത്, വെള്ളത്തിലിട്ട് കുതിർത്തിയത് ഒരു 20-21 എണ്ണം കഴിക്കാം. അതല്ലെങ്കിൽ പൊമഗ്രനേറ്റ്. പൊമഗ്രനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനാറ്, ഞങ്ങളുടെ ഇവിടെ മാതള നാരങ്ങ എന്നൊക്കെ പറയാം, ചുവപ്പ് മണിമണിയായിട്ടുള്ള സാധനം. ഡെയിലി ഒരെണ്ണം ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ 1 മണിക്കൂർ മുന്നേക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൊമഗ്രനേറ്റ് കഴിക്കുക. നമ്മളാ പറഞ്ഞ ജ്യൂസുകളൊക്കെ മറ്റേ കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കുക. ജ്യൂസ് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പൊമഗ്രനേറ്റ് ഡെയിലി ഒരെണ്ണം കഴിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. കാരണം ബ്ലഡ് കൂടാനും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ കൺസീവ് ആയിരിക്കുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് രക്തക്കുറവുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. അതേപോലെ ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹെയർ ലോസ് ഉള്ള ആളുകൾക്ക്, മുടിക്ക്. അത് ഡയറക്റ്റ് ചവച്ചരച്ച് കഴിച്ചാൽ മതി. ഈ ഫുഡ്, ഈ സാധനങ്ങൾ എപ്പോൾ കഴിക്കുമ്പോഴും, ഒന്നുമില്ലെങ്കിൽ നമ്മൾ വേവിച്ച ആഹാരം കഴിക്കണതിൻ്റെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. വെറും വയറ്റിൽ നിങ്ങളിതൊന്നും കഴിക്കണ്ട. വെറും വയറ്റിൽ കഴിക്കുക, ഇല ചവച്ചരച്ചിട്ടുള്ള നീര് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. ബാക്കിയുള്ള ഒന്നും വെറും വയറ്റിൽ കഴിക്കണ്ട. 3 എണ്ണം കഴിഞ്ഞു. നാലാമത്തത്, നമ്മുടെ ശരീരത്തിൽ മിനറൽ ലോസ് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ സ്ത്രീകള്
പ്രായപൂർത്തിയായതിനു ശേഷം അവർ ശരീരത്തിൽ മിനറൽ ലോസ് ഉണ്ടാവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ ബോഡിയിൽ മിനറൽ ലോസ് ഉണ്ട്. പ്രത്യേകിച്ച് സിങ്ക്, അതേപോലുള്ള ഒരുപാട് മിനറൽസ് ഉണ്ട്, കാൽഷ്യം, ഇതേപോലുള്ള മിനറൽസ് നമ്മുടെ ബോഡിയിൽ ലോസ് ആവും. അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറുത്ത എള്ള് ഒരു 1/2 സ്പൂണ് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പംകിൻ സീഡ് ഒരു 1/2 സ്പൂണ് കഴിക്കുന്നത് നല്ലതാണ്. സൺഫ്ലവർ സീഡ് നിങ്ങൾക്ക് കഴിക്കാം, വളരെ നല്ലതാണ്. സീഡുകൾ ഒരുപാടുണ്ട്. ഈ 3 സീഡുകളാണ് ഞാൻ പ്രധാനമായിട്ടും എല്ലാവർക്കും. മിനറൽസിന്റെ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്നത്, ബോണിന്റെ ഡെൻസിറ്റി കുറയ്ക്കുന്നത്, മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്നത്, മുടി തിക്കായിട്ട് വളരാൻ സഹായിക്കുന്നതൊക്കെ മിനറൽസിന്റെ കുറവാണ്. നെക്സ്റ്റ്, അത് ഇതെങ്ങനെ കഴിക്കാ കുറച്ച് ഞാൻ എടുക്കാറുള്ളത് കുറച്ച് എള്ള്, പിന്നെ നമ്മുടെ സൺഫ്ലവറിന്റെ സീഡ്, പിന്നെ പംകിൻ സീഡ്, അതിൽ കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ഇടും. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ സാധനത്തിന്റെ ചൊയ അധികം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങളത് വറുത്ത് വെക്കുക, പൊടിച്ചു വെക്കുക ചെയ്യരുത്. വറുത്താൽ അതിന്റെ ക്വാളിറ്റി കുറയും. പൊടിച്ചു വെച്ചാൽ പെട്ടെന്ന് ഓക്സിഡേഷൻ വരും. അതിൽ ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഓക്സിഡേഷൻ വരും. നിങ്ങൾ ആ വാങ്ങി ഉപയോഗിക്കുന്നതിന്റെ 10-1 ഗുണം പോലും നിങ്ങൾക്ക് അത് കഴിച്ചാൽ കിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കേടുവരില്ല സാധനം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അത് കേടുവരില്ല, നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ 5 ഫുഡ് കഴിഞ്ഞു അല്ലെ. 5 ഫുഡ് മീൻസ് ഞാൻ സാധനങ്ങൾ കുറെ പറയുന്നുണ്ട്, 5-മത്തത് കഴിഞ്ഞു. 6-മത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കറുത്ത കുരുവുള്ള ഉണക്കമുന്തിരി നിങ്ങൾക്ക് കഴിക്കാം. അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഫിഗ് 1-2 ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡേറ്റ്സ് ആണെങ്കിൽ 2 എണ്ണം, ഒരിക്കലും അതിൽ എണ്ണം കൂടരുത്. ഡേറ്റ്സ് സ്ത്രീകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നവരെ ബോഡി ഹീറ്റ് കൂട്ടും, മുടി കഴിച്ചിൽ കൂട്ടും. വളരെ നല്ല സംഭവമാണ്. പക്ഷെ ഒരു ദിവസം 2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ഉണ്ട്. നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് പഞ്ചസാരയിലിട്ട് വെച്ച സാധനം, അതൊരിക്കലും കഴിക്കരുത്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതേ ഫ്രൂട്ട് നമ്മൾ അതേപോലെ ഉണക്കി നമുക്ക് കിട്ടാവുന്ന രൂപത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത്. പഞ്ചസാരയിലിട്ട് വെച്ച ഒരു സാധനം കഴിക്കരുത്. അടുത്തതായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം ചേഞ്ചുകൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നട്ട്സ് ഐറ്റംസ്. നട്ട്സ് ഐറ്റംസിൽ ബദാം, അതേപോലെ തന്നെ കാഷ്യൂ, നമ്മുടെ ആൾമണ്ട് എന്ന് പറയില്ലേ, ആൾമണ്ട്, കാഷ്യൂ, പിന്നെ കാഷ്യൂ എന്ന് പറഞ്ഞാൽ കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വാൾനട്ട്, ഇതേപോലുള്ള ഒരുപാട് നട്ട്സ് ഐറ്റംസ് ഉണ്ട്. ഇത് സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാം. സാമ്പത്തികം കുറവുള്ള ആളുകളാണെങ്കിൽ കപ്പലണ്ടി, നമ്മുടെ നിലക്കടല ഒരു 5-10 എണ്ണം ദിവസവും കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏകദേശം അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ആവശ്യമുള്ളത്, മിനറൽസ് ആവശ്യമുള്ളത് അങ്ങനെ നമ്മുടെ ശരീരത്തിന് കിട്ടും. നിലക്കടലയും തൈറോയിഡിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് പറ്റില്ല. അതുകൊണ്ട് തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ള ആളുകൾ നിലക്കടല കഴിക്കണ്ട. അടുത്ത വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മധുരം. നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അസിഡിറ്റി ബോഡിയിൽ കൂടുതലായിരിക്കും. നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടാവും. ഡാൻഡ്രഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ചേഞ്ചുകൾ നമ്മൾ കൊണ്ടുവരണം. ഉറക്കം കുറവുള്ള ആളുകളാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇതേപോലെ തന്നെ ആസിഡിറ്റി നമ്മുടെ ബോഡിയിൽ കൂട്ടുന്ന സാധനമാണ് പഞ്ചസാര, പാല് പോലുള്ള സാധനങ്ങൾ. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. നാളികേരപ്പാൽ ഡെയിലി 1 സ്പൂണ് കഴിക്കുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നാളികേരപ്പാൽ നിങ്ങൾക്ക് ചായയിൽ ഒഴിച്ച് കുടിക്കാം. ചായയിൽ ഒഴിച്ചിട്ട് കുടിക്കാം. നിങ്ങൾക്ക് ചായയിൽ ഒഴിച്ചിട്ട് ചായയിൽ പനം കലക്കണ്ടോ ശർക്കരയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പഞ്ചസാര നമ്മൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക. ഇനി പാലോ പഞ്ചസാരയോ ഇല്ലാതെ ചായയോ കാപ്പിയോ കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ തൈറോയിഡ് സംബന്ധമായിട്ട് ഉള്ള ഹെയർ ലോസ് ഉള്ള ആളുകൾ, തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ട് ഹെയർ ലോസ് ഉള്ള ആളുകൾക്ക് കഴിക്കാവുന്ന സാധനമാണ് ഒന്ന് എള്ള്. ഒരു 1/2 സ്പൂൺ എള്ള് ഒരു 2-3 നേരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ നാളികേരത്തിൻ്റെ ഇളനീരിൻ്റെ വെള്ളം ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ്. മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വണ്ണം കുറയാനും നല്ല രീതിയിൽ ശരീരത്തിലെ നീർക്കെട്ട് പോകാനൊക്കെ നന്നായിട്ട് സഹായിക്കും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എള്ളെണ്ണ തേച്ച് കുളിക്കണത്
വളരെ നല്ല. ശരീരം മൊത്തം എള്ളെണ്ണ തേച്ച് കുളിക്കണത് വളരെ നല്ലതാണ് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക്. ഇനി PCOD റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലോസ് ഉള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിരുദ്ധാഹാരങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഫ്രൂട്ട്സ്, ആപ്പിള് അതേപോലെയുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് കഴിക്കാം. ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മധുരങ്ങൾ, ബേക്കറി മധുരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. നിങ്ങൾക്ക് മില്ലറ്റുകൾ കഴിക്കാം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ബോഡിയിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ മില്ലറ്റുകൾ നമ്മളൊരു കാലത്ത് ഒരുപാട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾക്ക് മില്ലറ്റുകൾ, ചെറുധാന്യങ്ങളെ കുറിച്ച് വലിയ അറിവില്ല. എന്നാൽ തമിഴ്നാട്ടിലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സംഭവമാണ് മില്ലറ്റ്സ്. ഈ കമ്പം, വരക്, അതേപോലെ തന്നെ തിന, മണിച്ചോളം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒരു 10-12ഓളം മില്ലറ്റുകൾ നമുക്കിവിടെ നാട്ടിൽ അവൈലബിൾ ആണ്. സാപ്സമിലൊക്കെ ഉണ്ട്. അപ്പോൾ മില്ലറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹെയർ ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ ഹെൽത്തി ആയിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡയറ്റുകൾ എടുക്കരുത്. ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ എടുക്കരുത്. അത് നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് വലിയ കാരണമാവും. വ്യായാമം ചെയ്യും, ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും ആ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ മറ്റ് ഭക്ഷണങ്ങൾ കയറ്റുകയാണ് ചെയ്യേണ്ടത്. 10ാമത് പ്രധാനമായിട്ട് പറഞ്ഞു, ബോഡി ഹീറ്റ് കൊണ്ടുള്ള മുടി കൊഴിച്ചിൽ. ഒരുപാട് ആളുകൾക്ക് ബോഡി ഹീറ്റ് കൊണ്ടുള്ള മുടി കൊഴിച്ചിലുണ്ട്. അങ്ങനെ ബോഡി ഹീറ്റ് കൊണ്ടുള്ള മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വെജിറ്റബിൾസ് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ടിന്റെ 4-1 ഇത് നിങ്ങൾ 2-3 നേരമായിട്ട് ഈ ഇത്രയും ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി. ഒരു കുക്കുംബർ 3 നേരമായിട്ട് കഴിക്കുക, ഒരു ക്യാരറ്റ് 3 നേരമായിട്ട് കഴിക്കുക, ഒരു ബീട്രൂട്ടിന്റെ 4-1 3 നേരമായിട്ട് കഴിക്കുക. അതിങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, തക്കാളിയോ അതേപോലെ തന്നെ കുക്കുംബറോ ഇട്ടിട്ടുള്ള ഒരു സാലഡിൽ ഒരിക്കലും ചെറുനാരങ്ങ പിഴിയരുത്. പെട്ടെന്ന് ഓക്സിഡേഷൻ വരും. അത് നമുക്ക് ശരിക്ക് വിരുദ്ധാഹാരത്തിന്റെ ഗണത്തിലാണ് വരുന്നത്. നമ്മുടെ ഡൈജഷനൊക്കെ മൊത്തത്തിൽ അത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഫുൾ ഇൻഫർമേഷൻ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറഞ്ഞു തരാം. അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിലപ്പെട്ട പലതും, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഭംഗി, നമ്മുടെ സ്ട്രെങ്ത്, ഇതൊക്കെ നമുക്ക്, മുടി, നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം, നമ്മുടെ നഖത്തിന്റെ ആരോഗ്യം, ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇതാരും അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ്. ഇത് നിങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കൊണ്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഡോക്ടർ, മെഡിസിൻ, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് വേറൊരു സെഷനാണ്. ആരോഗ്യമുള്ള ആളുകൾ ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും. കൂട്ടത്തിൽ ചെറിയ രൂപത്തിൽ വ്യായാമം കൂടി ചെയ്യുക. ഹെൽത്തി ആയിട്ട് എല്ലാവരും ഇരിക്കുക. ഓക്കെ, അപ്പോൾ മുടി ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മള് എള്ളെണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞില്ല, അത് തലയിലല്ല കേട്ടോ, ശരീരത്തില്. നമ്മള് ഒന്നിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കൈയിന്റെ അടിയിലും കാലിന്റെ അടിയിലും നന്നായി തേച്ചിട്ട് ടോട്ടൽ ബോഡിയിൽ എള്ളെണ്ണ തേക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തലയിലും തേക്കാം, കാലിൻ്റെ അടിയിലും തേക്കാം. തലയിൽ തേച്ചത് മൈൽഡായിട്ട് ഷാമ്പൂ ഇട്ട് കളയുക. ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ട് നമ്മൾ കുളിക്കുമ്പോൾ തന്നെ പോവും. അത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ പോകാനും ശരീരത്തിന് എക്സ്റ്റേണലി നമുക്ക് കാൽഷ്യം കൊടുക്കാനും പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സോഴ്സാണത്. ഈ തൈറോയിഡിന്റെ ചികിത്സയിൽ, ശരിക്കും പ്രകൃതി ചികിത്സയിൽ ചെയ്യുന്ന ഒരു രൂപമാണത്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് ചെയ്ത് ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാവട്ടെ. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മുടിയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റട്ടെ. അൺഹെൽത്തി ആയിട്ടുള്ള മുടികളൊക്കെ ആരോഗ്യത്തിൽ കൊണ്ടുവരാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.